നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷനും ജുഡീഷ്യൽ മെമ്പർ. നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഇന്നലെ രാത്രി 12 മണി വരെ നടന്ന എന്ന് പറഞ്ഞാൽ മാർച്ച് 5, 2026 ഈ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ ലോകത്തെ അറിയിക്കുന്നത്. അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ചികിത്സയല്ല. ചികിത്സയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരെയോ ഗവേഷണ സ്ഥാപനങ്ങളെയോ സമീപിക്കണം. ലീഗൽ വാണിംഗ്. www.worldrehabilitationorganization.com. ഞങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ arogyaresearch@gmail.com. 8089527350 ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഫോർ കൊറീസ് ഓൺലി. ഇന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് കേരളീയർ, മലയാളികൾ അനുഭവിക്കുന്ന ഒരു മഹാരോഗമായി കണക്കാക്കുന്ന ഒന്നാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ് അഥവാ പ്രമേഹം. 100-ൽ 60-ലേറെ പേരെ, പ്രായപൂർത്തിയായവരെ ഇത് ബാധിച്ചു കഴിഞ്ഞു. 90% പേർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. ഇതാണ് ഞങ്ങളുടെ ഗവേഷണം. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ സങ്കീർണതകളും 5000 കോടിയിലേറെ വാർഷിക വിറ്റുവരവും ലാഭങ്ങളും ഉണ്ടാക്കുന്ന ഒരു വൻ വ്യവസായമായി പ്രമേഹ നിവാരണ, പ്രമേഹ രോഗ കച്ചവടം മാറിക്കഴിഞ്ഞു. ആദ്യമായി ഞങ്ങൾ ഇന്ന് ലോകത്തിനോട് ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. ആദ്യമായി 4 മൂലകങ്ങളുടെയും 2 വൈറ്റമിനുകളുടെയും കുറവും തെറ്റായ ജീവിത രീതിയും അമിത സമ്മർദ്ദവും സൈക്കോസൊമാറ്റിക് ഡിസീസായാണ് ഞങ്ങൾ ടൈപ്പ് 2 ഡയബറ്റിക്സിനെ കണ്ടിട്ടുള്ളത്. ഇതിൽ വൈറ്റമിൻ D2 എർഗോ കാൽസിഫറൽ ഹോർമോൺ, ഇത് ബോഡിയിൽ കുറയുമ്പോൾ ഇത് മഷ്റൂം അഥവാ കൂണിൽ മാത്രം പ്രകൃതിയിൽ കിട്ടുന്നു. വളരെ കുറച്ച് ഇലക്കറികളിലും വളരെ കുറച്ച് മില്ലറ്റുകളിലും അപൂർവമായി ഈ വിറ്റാമിൻ കാണുന്നു. ഒപ്പം മാംഗനീസ്, ക്രോമിയം, മോളിബ്ഡിനം ഇത് അപകടകരമായി കുറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ്, കോശങ്ങൾക്ക് വേണ്ടത്ര ഗ്ലൂക്കോസ് സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയും അത് കുറേയൊക്കെ മൂത്രത്തിലൂടെ പോകുകയും ബാക്കി ശരീരത്തിൽ, ബ്ലഡിൽ അലിഞ്ഞുകൂടുകയും അത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. ഇതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് കോർട്ടിസോൾ, സമ്മർദ്ദം കുറച്ച് ടെൻഷനില്ലാതെ 9 മണിക്കൂർ വരെ ഉറങ്ങി ശാന്തമായി ആർത്തിയില്ലാതെ അത്യാഗ്രഹമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സിലേക്കുള്ള ഏക മനഃശാസ്ത്ര വഴി. ഇതിനെ നമുക്ക് സൈക്കോ എന്ന് പറയാം. ഇനി സൈക്കോസൊമാറ്റിക്കിൽ ഈ 4 ധാതുക്കളും വൈറ്റമിൻ D2യും കുറച്ച് വൈറ്റമിൻ D3 കൊലികാൽസിഫറൽ ഹോർമോണും കുറയുമ്പോഴാണ് വ്യക്തി പ്രമേഹ രോഗത്തിലേക്ക് കടക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു ഗവേഷകർ. ഞങ്ങളതിൻ്റെ നിരന്തരമായ പഠനങ്ങളിലായിരുന്നു. കാരണം ഒരു ഗവേഷണം വെളിവാക്കുമ്പോൾ 100% ആധികാരികതയും 100% വിശ്വസനീയതയും വേണം. തീർച്ചയായും നിങ്ങൾ സമ്മർദ്ദങ്ങളും ടെൻഷനും സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക, ഉത്കണ്ഠ, പേടി, ഭയം, ഫോബിയ ഇല്ലാതെ ജീവിക്കുക, ചിട്ടയായി ജീവിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ, മെഡിറ്റേഷൻ, ധ്യാനം എന്നിവ ചെയ്യുക. ഇതിൽ വൈറ്റമിൻ D2 മഷ്റൂമിലും, D3 സൂര്യപ്രകാശത്തിലും, 5% കടൽ മത്സ്യത്തിലും, മാഗ്നീഷ്യം എന്ന മൂലകം ബദാം പരിപ്പിലും, കശുവണ്ടിപ്പരിപ്പിലും, കൊക്കോ പൗഡറിലും, പച്ചപ്പുല്ല് തിന്നുന്ന പശുവിലും കാണുന്നു. ഇതിൽ മോളിബ്ഡിനം എന്ന് പറയുന്ന മാഗ്നീസ് എല്ലാം തവിട് കളയാത്ത ധാന്യങ്ങളുടെ തൊലിയിലും അല്പസ്വല്പം ചില ഇലക്കറികളിലും കാണുന്നു. ഒപ്പം ക്രോമിയം മഷ്റൂമിൽ മാത്രമാണ് പ്രകൃതിയിലുള്ളത്. ഈ 4 ധാതുക്കളും ചില വൈറ്റമിൻസും തെറ്റായ ബേക്കറി സാധനങ്ങൾ, വറുത്തത്, പൊരിച്ചത്, സമ്മർദ്ദമുണ്ടാക്കുന്ന ചില ജീവിത രീതികൾ എന്നിവ നിങ്ങളെ പ്രമേഹത്തിലേക്ക്, ടൈപ്പ് 2 ഡയബറ്റിക്കിലേക്ക് നയിക്കുന്നു. 5 തരം പ്രമേഹങ്ങൾ ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും അപകടമാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. തീർച്ചയായും നിങ്ങൾ ഈ ന്യൂട്രീഷൻ തെറാപ്പിയിലും പോഷണ ചികിത്സയിലും വിശ്വസിക്കുക, ചിട്ടയായി ജീവിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക,
പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാത്തതും പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയതുമാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. ധാതുക്കളുടെയും ജീവകങ്ങളുടെയും അമിനോ നൈട്രിക് ഫാറ്റി പ്രോട്ടീൻ മാക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവാണ് എല്ലാവിധ മാറാ രോഗങ്ങളുടെയും അപൂർവ രോഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം. താങ്ക് യു. ഒരു ഇൻഫോർമേഷൻ മാത്രം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. താങ്ക് യു.